ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. اللهم صل وسلم وبارك على نبينا وحبيبنا محمد بن عبد الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും അള്ളാഹു തആല വർഷിപ്പിക്കട്ടെ. ആമീൻ. സഹോദരങ്ങളെ, മുസ്ലിമായി പൂർണ്ണമായി തൗഹീദുള്ള വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലുള്ള അനേകമായിരം ആളുകൾ ഏറെ ബഹുമാനത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ അഥവാ നാരിയ സ്വലാത്ത്. എങ്ങനെയാണ് നാരിയ സ്വലാത്ത് എന്നുള്ളത് ഉണ്ടായത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സ്വലാത്തുകൾ, നബി പഠിപ്പിച്ച സ്വലാത്തും ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഒരുത്തൻ കൊണ്ടുവന്നിട്ടുള്ള ഈ നാരിയ സ്വലാത്തും തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസം, ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം ഈ സന്ദർഭത്തിൽ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മുടെ നാട്ടിലെ പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ഏത് ആഗ്രഹങ്ങളും നിറവേറുന്നതിന് വേണ്ടി, ഏത് സങ്കടങ്ങളും അത് പരിഹരിച്ചു കിട്ടാൻ വേണ്ടി കൊണ്ട് എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ടും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ പല തവണ പാരായണം ചെയ്ത് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുൻ നാരിയ എന്ന് പറയുന്ന നാരിയ സ്വലാത്തിലെ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി വിശദീകരിക്കുവാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാരിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതാണ് നാരിയ സ്വലാത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, പടച്ച റബ്ബേ സമ്പൂർണമായ അനുഗ്രഹം നീ നൽകണമേ. വസല്ലിം സലാമൻ താമ, പൂർണ്ണമായിട്ടുള്ള രക്ഷയും സമാധാനവും അനുഗ്രഹവും നീ നൽകണമേ. അലാ സയ്യിദിനാ മുഹമ്മദ്, ഞങ്ങളുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് നബിക്ക്. അതുവരെ കുഴപ്പമില്ല. നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുവാനും സലാം നേരുവാനും നമ്മളാരും എതിരല്ല. അത് ഖുർആനിന്റെ കൽപ്പനയാണ്. നാം അത് ചൊല്ലണം, അത് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇനിയുള്ള വരികൾ നോക്കൂ. ആ നബി ആരാണ്? അലാ സയ്യിദിനാ മുഹമ്മദ്, നമ്മുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് നബിയുടെ മേൽ എന്നാ പറയുന്നത്. എന്നിട്ട് ആ മുഹമ്മദ് നബി ആരാണെന്നാ പറയുന്നത്? അല്ലദീ, ആ മുഹമ്മദ് നബി ആരാണെന്നറിയുമോ? അവൻ യാതൊരുവനാണ്. തൻഹല്ലു ബിഹിൽ ഉഖദു, അദ്ദേഹത്തെ കൊണ്ട് പ്രയാസങ്ങൾ മാറിക്കിട്ടും. വതൻഫരിജു ബിഹിൽ ഖുറബു, വലിയ ദുരന്തങ്ങൾ ആപത്തുകളൊക്കെയും നീങ്ങിക്കിട്ടും. വതുഖലാ ബിഹിൽ ഹവായിജു, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെയും പ്രതീക്ഷകളൊക്കെയും നിറവേറ്റപ്പെടും, സഫലീകൃതമാകും. മോഹങ്ങൾ, ആഗ്രഹങ്ങൾ അതൊക്കെ സഫലീകരിക്കപ്പെടും.
നല്ല പരിണാമമുണ്ടാകും. അന്ത്യം, മനുഷ്യന്റെ അന്ത്യം അത് ഏറ്റവും നന്നായി തീരും. മഹാനായ ആ മുഹമ്മദ് നബിയുടെ ആ ആദരണീയമായ വദനം കൊണ്ട് മഴ ലഭ്യമാകും. ഇതാണ് ഇതിന്റെ അർത്ഥം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ ഈ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ മാറുന്ന അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ മാറും എന്നാണ് നാരിയാസുലാത്തിൽ പറയുന്നത്. മാറുമോ? മാറും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ടോ? മറിച്ച് പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി, ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആരോട് തേടണം, ആരോട് പറയണം, ആരോട് ദുആ ചെയ്യണമെന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഖുർആൻ നമുക്ക് കാണാം എടങ്ങേറും പ്രയാസവുമുള്ള, ബുദ്ധിമുട്ടുള്ള, ദുരിതമുള്ള അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർളി അഇലാഹും മഅല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂഅ. കണ്ടോ? ഏറെ ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള ഒരു മനുഷ്യൻ ആ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, ആ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ എന്ത് ചെയ്യുന്നു? വയക്ഷിഫുസ് സൂഅ, അവന്റെ പ്രയാസങ്ങൾ അത് അകറ്റപ്പെടും. അതാ പ്രയാസങ്ങൾ അകറ്റപ്പെടുമെന്നാണ്. അള്ളാഹുവിനോട് മുൽതർ എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസമുള്ള മനുഷ്യൻ. ആ പ്രയാസമുള്ള മനുഷ്യന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും വേദനകളും വ്യതകളും ആകുലതകളും അവന്റെ ആവലാദികളുമൊക്കെ വയക്ഷിഫുസ് സൂഅ, അത് അല്ലാഹു തആല പരിഹരിക്കും, അത് നീക്കിക്കൊടുക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വയജഅലുകും ഖുലഫാഅൽ അർള്, ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കും എന്നാ പറയുന്നത്. അഇലാഹും മഅല്ലാഹ്. എന്നിട്ടൊരു ചോദ്യം. എന്താണ് ആ ചോദ്യം? അള്ളാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കാണ്. പക്ഷേ ഖലീലം മാ തദക്കറൂൻ, ഖലീലം മാ തദക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾ വളരെ അല്പം മാത്രമാണ്, കുറച്ച് മാത്രമാണ് എന്ന് അല്ലാഹു തആല പറയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വ്യക്തമായി മനസ്സിലാക്കണം. നാരിയ സ്വലാത്ത് ദിവസേന ചൊല്ലിയാൽ പുണ്യം കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ഈ നാരിയ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, നമ്മുടെ പ്രയാസങ്ങൾ മാറും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചൊല്ലുന്ന ആളുകളുണ്ടല്ലോ, അവർ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായമായ സൂറത്തുൻ നംലിലെ 62-ാമത്തെ വചനം, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅഹു വയക്ഷിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർള് അഇലാഹും മഅല്ലാഹ് ഖലീലം മാ തദക്കറൂൻ. അല്ല, കഷ്ടപ്പെട്ടവൻ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകുകയും അതുപോലെ വിഷമങ്ങള് പ്രയാസങ്ങള് നീക്കിക്കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനാണോ? അതല്ല അവരുടെ ദൈവങ്ങളോ? അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? വേറെ ആരാധ്യനുണ്ടോ? വേറെ ഇലാഹുണ്ടോ? കുറച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, ആലോചിക്കുന്നുള്ളൂ, മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ഖുർആൻ പറയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി റബ്ബിനോടാണ് തേടേണ്ടത്. റബ്ബിന് മാത്രമേ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ റബ്ബിന്റെ ആ കഴിവ്, റബ്ബിന് മാത്രമുള്ള ആ കഴിവ് ഇവിടെ മുഹമ്മദ് നബിക്ക് ചാർത്തി കൊടുക്കുകയാണ് നാരിയ സ്വലാത്തിൽ. അപ്പൊ അവിടെ ഷിർക്ക് സംഭവിക്കുന്നു. എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ, മഹാത്മാക്കളായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കുചേർക്കുക എന്നുള്ളതാണ്.
ഇവിടെ അള്ളാഹുവിന്റെ പ്രവർത്തനമാണെന്ത്? പ്രയാസമുള്ളവന്റെ പ്രയാസം, ആ പ്രയാസത്തിന്റെ പേരിൽ അവന് പ്രാർത്ഥിക്കുകയാണ്. അത് നീക്കം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്. പക്ഷേ ആ പ്രവർത്തനം മുഹമ്മദ് നബിക്കുണ്ട് കഴിയുമെന്ന് ഈ നാരിയ സ്വലാത്തുകാരൻ ഇതിലൂടെ പറയാണ്. അപ്പൊ ഇവിടെ ഷിർക്ക് സംഭവിക്കുന്നു. ഒന്ന്. മറ്റൊന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, എന്താ പറയുന്നത് നിങ്ങള്? വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമർ 38-ാമത്തെ വചനം ഒന്ന് പരിശോധിക്കണം. കുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഖുൽ മുഹമ്മദ് നബിയെ പറയുക, അഫറഅയ്തും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മാ തദ്ഊന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ അല്ലാഹു എനിക്കൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരി അല്ലാഹുവിന് പുറമെ ഇവർ വിളിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബിയോ മുത്ത് നബി എന്ന് വിളിച്ചുകൊണ്ട് മുത്ത് നബിയെ കാക്കണേ എന്നാണല്ലോ പറയുന്നത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു മുഹമ്മദ് നബിയെ കൊണ്ട് പ്രയാസങ്ങൾ അകറ്റപ്പെടും എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹു ചോദിക്കുകയാണ്, ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി അല്ലാഹു തആല എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരി ആ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആ ആളുകൾ, അത് മുത്തുനബി ആകട്ടെ, മമ്പ്രോൻ തങ്ങളാകട്ടെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് ആകട്ടെ, ഏർവാടിയിലെ കോജയാകട്ടെ, അജ്മീറിലെ ആണ്ടവരാകട്ടെ, അതല്ലെങ്കിൽ മുനമ്പത്തെ ബീവിയാകട്ടെ, ഓച്ചിറവ് പാപ്പയാകട്ടെ, CM മടവൂരാകട്ടെ, വേങ്ങര കോയ പാപ്പയാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, അമ്പിയാക്കളാകട്ടെ, അവര് നീക്കം ചെയ്യുമോ? ഹൽ ഹുന്ന കാശിഫാതു ദുർരി എനിക്ക് അള്ളാഹു തരുന്ന ആ ദുർ, ആ പ്രയാസം നീക്കം ചെയ്യാൻ കഴിയുമോ? ഔ അറാദനി ബിറഹ്മ അള്ളാഹു എനിക്കൊരു കാരുണ്യം നിശ്ചയിച്ചു, ഉദ്ദേശിച്ചു, എനിക്കൊരു കാരുണ്യം ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചു. ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ആ റഹ്മത്ത് തടഞ്ഞു വെക്കാൻ അവർക്ക് കഴിയുമോ? ഇല്ല. കുൽ പറയുക പ്രവാചകരെ, ഹസ്ബിയല്ലാഹ് എനിക്ക് അല്ലാഹു മതി, അവൻ അല്ലാഹു മതിയായവനാണ്, മതി, അവൻ മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ അവനിലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുക, ഭരമേൽപ്പിക്കുന്നവർ അവനിൽ ഭരമേൽപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാരിയ സ്വലാത്തില് ഇതില് ശിർക്കുണ്ട് എന്ന് ഏതൊരു മനുഷ്യന് മനസ്സിലാവും. കാരണം എന്താ? ഒന്ന് പ്രയാസങ്ങൾ അകറ്റുന്നു പറഞ്ഞു, രണ്ടാമത്തെ എന്താ പറയുന്നത്? കുർബത്ത് എന്നുള്ളതിന്റെ ബഹുവചനാണ് കുറബ് എന്ന് പറഞ്ഞാൽ ദുരന്തം, ദുരിതം, വലിയ ബുദ്ധിമുട്ട്, ആപത്ത് എന്നൊക്കെ അർത്ഥം. അത് മുഹമ്മദ് നബിയെ കൊണ്ട് നീങ്ങിക്കിട്ടും, അകറ്റപ്പെടും എന്നാ പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? സൂറത്തു അൻആം എടുക്കുക. ആ അൻആമിന്റെ 64-ാമത്തെ വചനം ഒന്ന് പരിശോധിക്കണം. എന്താ അതിൽ പറയുന്നത് അറിയോ? കുലില്ലാ യുൻജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹുവാണ് കുർബത്തിൽ നിന്ന്, വലിയ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നവനാരാണോ അവന് റബ്ബാകുന്നു, റഹ്മാനാകുന്നു, അള്ളാഹു ആകുന്നു. മുഹമ്മദ് നബി അല്ല. സൂറത്തു അൻആമിലെ 64-ാമത്തെ വചനം എന്റെ ഈ സഹോദരങ്ങൾ ശരിക്കൊന്ന് പഠിക്കണം. അതിൽ പറയാണ്, എന്താ പറയുന്നത്? കുലില്ലാ പറയുക, അല്ലാഹുവാണ്, യുൻജീകും മിൻഹാ അവയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നവൻ, വമിൻ കുല്ലി കർബിൻ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് അല്ലാഹുവാണ്. നാരിയ സ്വലാത്തിൽ എന്ത് പറയുന്നു? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയെ കൊണ്ട് ദുരിതത്തിൽ നിന്ന് നീങ്ങിക്കിട്ടും. അള്ളാഹ് സൂറത്തു അൻആമിൽ 64-ാമത്തെ വചനം അതിൽ പറയാ, വമിൻ കുല്ലി കർബിൻ എല്ലാ ദുരിതത്തിൽ നിന്നും അല്ലാഹുവാണ് രക്ഷിക്കുക. സുമ്മ അൻതും തുശ്രികൂൻ ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പ്രയാസം,
അദ്ദേഹത്തിന്റെ പ്രയാസം നമുക്കറിയാം. സൂറത്തു അംബിയ നോക്കുക, പരിശുദ്ധ ഖുർആനിലെ 21 അധ്യായമായ സൂറത്തു അംബിയയിലെ 76 വചനം എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതിൽ മഹാനായിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയവ നൂഹൻ ഇദ്നാദാ മിൻ ഖബൽ ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. കണ്ടോ, വലിയ ദുരിതത്തിൽ നിന്ന്, വലിയ ദുരന്തത്തിൽ നിന്ന് അല്ലാഹു തആല ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ രക്ഷിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും. ഫനജ്ജയ്നാഹു വഅഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും നാം രക്ഷിച്ചു. മിനൽ കർബിൽ അളീം, വലിയ ദുരിതത്തിൽ നിന്ന്. പക്ഷേ നാരിയാത്ത് സ്വലാത്തിൽ എന്താ പറയുന്നത്? മുഹമ്മദ് നബി അല്ലെ, വതംഫരിജു ബിഹിൽ ഖുറബു, ഖുർബന്ന് നബിയെ കൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് അകറ്റപ്പെടും എന്നുള്ളതാ. എന്നാ സൂറത്തു അംബിയയിലെ 76 വചനത്തിൽ എന്താ പറയുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം കണ്ട മഹാനായ പ്രവാചകനാണ്, ഒന്നാമത്തെ റസൂലാണ്. ആ റസൂലിന്റെ കാര്യമാണ് ഈ ഖുർആനിൽ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് വലിയ ദുരിതം ഉണ്ടായല്ലോ, വലിയ പ്രയാസങ്ങൾ ഉണ്ടായല്ലോ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ് വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അത് ശ്രദ്ധിക്കണം, അത് ഗൗരവത്തോടുകൂടെ കാണണം. അന്നീ മസ്സനിയൽ ദുർറ്, എനിക്ക് പ്രയാസം ബാധിച്ചു. വഅൻത അർഹമുർ റാഹിമീൻ, കാരുണ്യവാനിൽ കാരുണികരിൽ ഏറ്റവും വലിയ കാരുണ്യവാനായ കരുണാമയനായ നാഥ, എന്റെ പ്രയാസങ്ങൾ അകറ്റിത്തരയണമേ എന്നാണ് ആ പ്രവാചകന് പ്രാർത്ഥിച്ചത്. ഫസ്തജബ്നാ ലഹു ഫകശഫനാ മാ ബിഹി മിൻ ദുർറിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാമക്കുണ്ടായിട്ടുള്ള ദുരന്തം, പ്രയാസം, പരീക്ഷണം, അത് അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷിച്ചു. ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. ഫകശഫനാ മാ ബിഹി മിൻ ദുർറിൻ, അദ്ദേഹത്തിന്റെ ദുർറുകൾ, അദ്ദേഹത്തിന്റെ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ നാം അകറ്റി കൊടുത്തു. വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന് നാം കുടുംബത്തെ കൊടുത്തു. വമിസ്ലഹും മഅഹും, അവരോടൊപ്പം അതുപോലെയുള്ളതും കൊടുത്തു. റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായിക്കൊണ്ട്. വദിക്റാ ലിൽ ആബിദീൻ, ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു പാഠം എന്നോണം, ഓർമ്മയെന്നോണം. സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും, അലാ ഉഅല്ലിമക്കി കലിമാത്തിൻ തഖൂലിഹിന്ന ഫിൽ കർബ്, ദുരന്തമുണ്ടായാൽ, ദുരിതമുണ്ടായിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിശുദ്ധമായ വചനത്തിൽ കാണാം. അതിൽ പറയാണ്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ, അല്ലാഹുവാണ് എന്റെ നാഥൻ, അല്ലാഹുവാണ് എന്റെ റബ്ബ്, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. കണ്ടോ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ദുരിതം, കുർബത്താകട്ടെ, അതുപോലെ മറ്റെന്ത് പ്രയാസങ്ങളാകട്ടെ, അതൊക്കെ അകറ്റാൻ അള്ളാഹുവിനെ കഴിയൂ. അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അള്ളാഹുവിനെ കൊണ്ടേ അത് അകറ്റപ്പെടുള്ളൂ, അത് പരിഹരിക്കപ്പെടുകയുള്ളൂ. മുഹമ്മദ് നബിയെ കൊണ്ടല്ല, ഔലിയാക്കളെ കൊണ്ടല്ല, മലക്കുകളെ കൊണ്ടല്ല, ജിന്നുകളെ കൊണ്ടല്ല, മഹാത്മാക്കളെ കൊണ്ടല്ല, അമ്പിയാക്കളെ കൊണ്ടല്ല, മറിച്ച് റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ട്. അതാണ് അവർ പറയുന്നത്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. ഹദീസിൽ കാണാം, വലിയ ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ദഅവാത്തുൽ മക്റൂബ്, കുർബ് ബാധിച്ചിട്ടുള്ള, ദുരിതം ബാധിച്ചിട്ടുള്ള, ദുരന്തം ബാധിച്ചിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ റഹ്മതക അസ്തഗീസു അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ ലാ ഇലാഹ ഇല്ലാ അന്ത്. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. കണ്ടോ, അല്ലാഹുവിനോടാ തേടുന്നത്. അല്ലാഹുമ്മ റഹ്മതക അസ്തഗീസ്, റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം തേടുന്നു,
നിന്റെ കാരുണ്യത്തിനായി ഞാൻ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ് ലീ ഷഅ്നി കുല്ല, എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയമത്ര പോലും എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ലേ. ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റാരും തന്നെയില്ല. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇവിടെ ദുരിതം അകറ്റുമെന്നാണല്ലോ പറയുന്നത്. ഹദീസ് എടുത്ത് മറിച്ചു നോക്കൂ. നാരിയാസുലാത്ത് പതിവായി ചെല്ലുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, സമസ്തക്കാരെ മനസ്സിലാക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുർബത്തുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ, വലിയ ദുരന്തം ഉണ്ടാകുമ്പോ, ആപത്തുണ്ടാകുമ്പോ റസൂലുള്ളാഹി എന്താ ചെയ്യാ? കാന യഖൂലു യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ നാഥാ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. ഇതാണ് റസൂലുള്ളാഹി ചെല്ലാറുണ്ടായിരുന്നത്. ഇതാണ് മുസ്ലിം സമുദായം ചെല്ലേണ്ടത്. കുർബത്ത് അകറ്റാൻ ഈ പ്രാർത്ഥനകളാ ചെല്ലേണ്ടത്. റബ്ബിനോടാണത്, മുഹമ്മദ് നബിയോടല്ല. മുഹമ്മദ് നബിയെ കൊണ്ട് ഒരു ദുരിതവും നീങ്ങുകയില്ല. ഇനി അങ്ങനെ വിശ്വസിച്ചാലോ, എന്നിട്ട് അങ്ങനെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്താലോ, അത് താനി ഷിർക്കാകും, താനി ബഹുദൈവ വിശ്വാസമാകും, അള്ളാഹുവിൽ പങ്കുചേർക്കലാകും. ഇന്ന ഷിർക ലളുൽമുൻ അളീം, ഷിർക്ക് മഹാപാപമാകുന്നു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അവന് സ്വർഗമാണ് അവന് നഷ്ടപ്പെടുക. സ്വർഗം പിന്നെ അവിടെ അവന് ഹറാമായി തീരും, അത് കിട്ടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ദുരിതമുണ്ടായി കഴിഞ്ഞാൽ, കുർബത്തുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് തേടുക. ഒരു ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഇൻദൽ കർബ്, പ്രവാചകൻ ദുരിതമുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി സബ്അ വറബ്ബുൽ അർദ് വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതാ മുത്തുനബി പഠിപ്പിച്ച ഇത്തരം പ്രാർത്ഥനകളൊക്കെ ഏതെങ്കിലും മൂലയിൽ കിടക്കുക. എന്നിട്ട് 7-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഷിർക്കിന്റെ ഒരു നാരികാസുലാത്ത ആളുകള് സുബഹിസ്കാരം കഴിഞ്ഞ വലിയ സങ്കടത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സിന്റെ അടിത്തട്ടുന്നുള്ള വേദനയോടുകൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക. എന്തൊരു കഷ്ടമാണിത്, തനി ഷിർക്കിന്റെ വരികൾ. ഇവിടെ എന്താ പറയുന്നത്? എടാ മനുഷ്യ, നിനക്ക് ദുരിതമുണ്ടായി കഴിഞ്ഞാൽ, ഹേ സഹോദരി, നിനക്ക് ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ നീ പറയണം. എന്താ പറയേണ്ടത്? എന്താ പ്രാർത്ഥിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി സബ്അ വറബ്ബുൽ അർദ് വറബ്ബുൽ അർശിൽ കരീം. ഇതിലൊക്കെ ഓരോ ഭാഗത്തും പറയാ, നീ അല്ലാതെ ആരാധനക്കർഹനില്ല. അള്ളാഹുവേ, നീ മാത്രമാണ് ആരാധനക്കർഹൻ. നിനക്കാണ് ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും. നിങ്ങൾ നോക്കൂ, ഇതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ മുഹമ്മദ് നബിയെ കൊണ്ടാണല്ലോ നാരിയാസുലാത്തില് അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫ്സിൻ ബിഅദദിൻ കുല്ലി മഅലൂമിൻ ലക് എന്നുള്ള ഈ നാരിയാസുലാത്തിൽ പ്രയാസങ്ങൾ മുഹമ്മദ് നബിയെ കൊണ്ട് മാറും. അതുപോലെ തന്നെ ദുരന്തങ്ങൾ നബിയെ കൊണ്ട് അകറ്റപ്പെടും. അതുപോലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ സഫലമാക്കപ്പെടും. നല്ല അന്ത്യമുണ്ടാകും. മഴ ലഭിക്കും. ഇതൊക്കെയാണല്ലോ പറയുന്നത്. ഇതൊക്കെ തനി ഷിർക്കല്ലേ സുഹൃത്തുക്കളെ? ഇത് അള്ളാഹുവിന് മാത്രമല്ലേ കഴിയുള്ളൂ. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വളരെ വ്യക്തമായി മനസ്സിലാക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് അള്ളാഹു എല്ലാ കാര്യങ്ങളും വിധിച്ചു. എല്ലാ കാര്യങ്ങളും വിധിച്ചിട്ടുണ്ട്. ആ വിധിക്കെതിരായിക്കൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വഅലം, എല്ലാവരും ഒരുമിച്ച് കൂടിയാലും നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് നബി പറയാ, എല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി, എല്ലാ സമുദായവും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിച്ചാൽ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ
ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. കണ്ടോ, ആര് നന്മ നിനക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാലും കഴിയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ. വഇൻ ഇജ്തമഅത അലാ അൻ യദുറൂക ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ഇനി നിനക്ക് ഒരു പ്രയാസം അത് ഉണ്ടാക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടി ശ്രമിച്ചാലോ അത് നടക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, നിനക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു ആപത്ത് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ വേറൊന്നും സംഭവിക്കുകയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാരിയാ സ്വലാത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ദുരന്തവും ദുഃഖവും വിഷമവും സങ്കടവും, ഇതൊക്കെ അകറ്റാൻ എന്താ ചെയ്യേണ്ടത്? മുത്തുനബി പഠിപ്പിച്ച മനോഹരമായ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ പോലും ഈ നാരിയാ സ്വലാത്തൊക്കെ ചെല്ലുന്ന ആളുകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന പഠിക്കേണ്ടത്, പറയേണ്ടത്, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്താണത്? അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അസ്വാബ അഹദൻ ഹമ്മുൻ വലാ ഹുസ്നുൻ ഫഖാല അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. കണ്ടോ, ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇത് പ്രാർത്ഥിച്ചാലോ ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ ദുഃഖവും പ്രയാസമൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കാതിരിക്കുകയില്ല. സഹോദരങ്ങൾ, എന്താണത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഇതാ പ്രാർത്ഥിക്കേണ്ടത്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചതാണ്, സ്വഹീഹാണ്. സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അർത്ഥം പറയുന്നില്ല പ്രിയമുള്ളവരെ. ഇതുപോലെ ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെ ഒരുപാട് ശതക്കണക്കിനുള്ള പ്രാർത്ഥനകൾ കാണാം. അള്ളാന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വൽ അജ്സി വൽ കസ്രി വൽ ബുഖ്ലി വൽ ജുബ്നി. ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ദുഃഖവും ദുരിതവും വിഷമമൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹംദും സ്വലാത്തും ചൊല്ലി നല്ല മനസ്സോടുകൂടെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹദീസിൽ കാണല്ലോ, ഇദാ റഫഅ റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈൻ. അല്ലാഹു തആലയിലേക്ക് ഈ കൈകൾ ഉയർത്തി നല്ല മനസ്സോടുകൂടെ ദുആ ചെയ്താല് അത് അള്ളാഹു തട്ടിമാറ്റുകയില്ല. കാരണം എന്താ? ഇന്നല്ലാഹ തആല ഹയ്യുൻ കരീമുൻ യസ്തഹി. അള്ളാഹു ലജ്ജാലുവാണ്. വെറും കൈയോടെ, പൂജ്യം കൈയോടുകൂടെ മടക്കാൻ അള്ളാഹു മടിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് തേടുക, മുഹമ്മദ് നബിയോടല്ല. മുഹമ്മദ് നബിയെ കൊണ്ടല്ല ഇതൊക്കെ അകറ്റപ്പെടുക. അള്ളാഹു എന്താ ഖുർആനിൽ പറഞ്ഞത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വഇദാ സഅലക ഇബാദി, മുഹമ്മദ് നബിയെ, എന്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണെന്ന് പറയുക. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥനക്ക് പ്രാർത്ഥിച്ചാൽ, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അതിന് ഉത്തരം ചെയ്യും. അപ്പോ മുഹമ്മദ് നബിയോട് അല്ല തേടേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ നോക്കൂ, എന്താ ഈ ഇതിൽ നാരിയാ സ്വലാത്തിൽ എന്താ പറയുന്നത്? ആവശ്യങ്ങള്, ഹാജത്തുകൾ നിറവേറ്റപ്പെടുമെന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയാണെന്ത്? ഖുർആൻ പറയുന്നത് 2-ാം അധ്യായം 186-ാമത്തെ ആയത്തിൽ പറയുന്നത് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കുക, എന്നിട്ടോ എന്നോട് പ്രാർത്ഥിച്ച ഉജീബു ദഅവതദ് ദാഇ, ഞാൻ അതിന് ഉത്തരം ചെയ്യുമെന്നാ. അപ്പോ ഇവിടെ ഹാജത്തുകൾ നിറവേറ്റുന്നവൻ അള്ളാഹുവാൻ, മുഹമ്മദ് നബിയല്ല.
ഒരു ഹദീസിൽ ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇമാം ഇബ്നു ഹിബ്ബാനും ഉദ്ധരിച്ചിട്ടുണ്ട്, ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹു കുല്ലഹാ. എന്താ പറയുന്നത്? ഓരോ വ്യക്തിയും, നിങ്ങളിൽ എല്ലാ ആളുകളും അവന്റെ റബ്ബിനോട് അവന്റെ ആവശ്യങ്ങളെല്ലാം ചോദിക്കട്ടെ എന്നാ. റബ്ബിനോട് ചോദിക്കാനാണ്. അപ്പൊ ഹാജത്തുകൾ ഖളാ ആകാൻ, ഹാജത്തുകൾ സഫലമാകാൻ അത് റബ്ബിനോടാണ് തേടേണ്ടത്, മുഹമ്മദ് നബിയോടല്ല, മറ്റുള്ള മഹാത്മാക്കളോടല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്, ഹദീസതാ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഈ നാരിയാ സ്വലാത്തിൽ എഴുതിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് ഇസ്ലാമിക വിരുദ്ധമാണ്, അത് ഷിർക്കാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ ഹാജത്തുകൾ ആർക്കേ നമുക്ക് നിറവേറ്റി തരാൻ വേണ്ടി കഴിയുള്ളൂ? എല്ലാ ഇമാമുമാരും നമുക്കറിയാം വെള്ളിയാഴ്ച ജുമഅയുടെ അവസാനം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. കണ്ടോ, അള്ളാഹുവിനോടാ ദുആ ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും എല്ലാ മുഅ്മിനീങ്ങളുമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയാം. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. റബ്ബേ നീയാണ് ദഅവത്തുകൾ, ദുആകൾക്ക് ഉത്തരം ചെയ്യുന്നവൻ. വയാ ഖാളിയൽ ഹാജാത്ത്, ഹാജത്തുകൾ നിറവേറ്റുന്നവനായ തമ്പുരാനെ. ഹാജത്തുകൾ നിറവേറ്റുന്ന തമ്പുരാന് അതാരാ? റബ്ബുൽ ഇസ്സത്താണ്, റബ്ബിനോടാണ് തേടുന്നത്. എന്നാ നാരിയാ സ്വലാത്ത് പറയുന്നതോ അത് മുഹമ്മദ് നബിയെ കൊണ്ടാണെന്ന. സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാ ഇത് ജീവിച്ചു പോയിട്ടുള്ള നമുക്കറിയാം. പ്രവാചകന്റെ വീട്ടില് മരിക്കുന്ന ആ ദിവസങ്ങൾ പോലും അവിടെ ഈ വിളക്കിൽ എണ്ണ ഒഴിക്കാൻ എണ്ണയില്ലായിരുന്ന ഒരു വിളക്ക് കത്തിക്കാൻ പ്രവാചകന്റെ വീട്ടിൽ ദിവസങ്ങളോളം തീപ്പുക പൊന്താറുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ നാരിയാ സ്വലാത്തുകാരൻ പറയാണ് ആ മുഹമ്മദ് നബി ഹാജത്തുകളൊക്കെ വീട്ടിൽ തരുന്നേ. ഒരിക്കൽ നിങ്ങൾക്കറിയാം, ഒരു യാത്രയിൽ മരുഭൂമിയിലൂടെ പോവുകയാണ്, എന്നിട്ട് കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ കുറെ നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ ഉണ്ട്, ഒരു തോൽപാത്രത്തിൽ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഒരു അമുസ്ലിം സ്ത്രീ, അവരുടെ അടുത്ത് നിന്നാ കുടിക്കാൻ വെള്ളം വാങ്ങിയേ. ഇവിടെ അപ്പൊ ഹാജത്തുകൾ നമ്മൾ മനസ്സിലാക്കണം, അതായിരുന്നു നബിന്റെ അവസ്ഥ. എന്നാലോ നാരിയാ സ്വലാത്തുകാരൻ പറയാതെ മുഹമ്മദ് നബിയെ കൊണ്ട് വീടും എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ജൂതന്റെ അടുക്കൽ പടയം വെച്ച ചരിത്രം ആർക്കറിയാത്തത്? പക്ഷേ നാരിയാ സ്വലാത്തൊക്കെ ഈ നാരിയാ സ്വലാത്തിന് വിരുദ്ധല്ലേ? അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിത ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും ഇതിനെതിരല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഈ നാരിയാ സ്വലാത്ത് ഷിർക്കാകുന്നു. ഷിർക്ക് എന്നത് പറയുന്നത് മഹാപാപമാകുന്നു, നരകമാണ് അതിന്റെ ഫലം. അതുകൊണ്ട് അതൊന്ന് വിട്ടുനിൽക്കുക. പരിശുദ്ധമായ തൗഹീദ് മനസ്സിൽ അടിയുറച്ചുകൊണ്ട് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ജല്ല ജലാലായ റബ്ബുൽ ഇസ്സത്തിനോട് മാത്രം നമ്മൾ തേടുക, അവനിലേക്ക് കൈകൾ ഉയർത്തുക. എത്ര വിഷമുണ്ടായാലും എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും, ഒരു താത്ത ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകന് ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, ആ മകന് വിഷമങ്ങളാണ്, പോയിട്ട് 2 മാസമായിട്ടും ജോലി ശരിയായിട്ടില്ല, മനെ ഞാന് എപ്പോഴും നാരിയാ സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന്. ആ ഉമ്മ എന്താ ചെയ്യുന്നത്? തന്റെ ഗൾഫിലേക്ക് പോയിട്ട് 2 മാസമായിക്കൊണ്ട് ജോലി ശരിയാകാത്ത പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മകന് വേണ്ടിക്കൊണ്ട് നാരിയാ സ്വലാത്ത് ഇല്ല. അതല്ല വേണ്ടത്, റബ്ബിനോട് തേടുക. റബ്ബേ, എന്റെ പൊന്നു മകന് അവന്റെ ജോലി ശരിയായി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ അകറ്റണമേ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. നബി പഠിപ്പിച്ച പ്രാർത്ഥനകളാ പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണ് ആ ഉമ്മ സ്വീകരിക്കേണ്ടത്. അതാണ് ഈ കേരളത്തിലെ നാരിയാ സ്വലാത്ത് ചെല്ലുന്ന, കേരളത്തിലെ എന്നല്ല എവിടെയുമുള്ള ഈ നാരിയാ സ്വലാത്ത് ചെല്ലുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളോടും വളരെ നല്ല ഭാഷയിൽ നമുക്ക് പറയാനുള്ളത്, റബ്ബുൽ ഇസ്സത്ത് തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ഷിർക്കിൽ നിന്ന് സമ്പൂർണമായി വിട്ടുന്നതുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ
വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.